ഏറ്റവും ജനപ്രിയ താരങ്ങളിൽ ഒരാളാണ് കുഞ്ചാക്കോ ബോബൻ. സിനിമാ കുടുംബത്തിൽ നിന്ന് വന്ന ചാക്കോച്ചൻ റൊമാൻറ്റിക് ഹീറോ ഇമോജിൽ നിന്നെല്ലാം മാറി ഏതുതരം കഥാപാത്രം അനായാസം കൈകാര്യം ചെയ്യാൻ കഴിവുള്ള നടനായി വളർന്നു കഴിഞ്ഞു. താരത്തിൻ്റെ വ്യക്തിജീവിതവും മലയാളികൾക്ക് മനഃപ്പാഠമാണ്. എന്നിരുന്നാലും കുഞ്ചാക്കോ ബോബനുമായി ബന്ധപ്പെട്ട ആളുകൾ നിരന്തരമായി തിരയുന്ന ചില കാര്യങ്ങളുണ്ട്. അവയ്ക്കെല്ലാം കൃത്യമായി മറുപടി നൽകുകയാണ് നടൻ ഇപ്പോൾ അഭിമുഖത്തിൽ. ഗൂഗിളിൽ ആളുകൾ താരത്തെപ്പറ്റി തിരഞ്ഞെടുപ്പിൽ ടോപ്പ് 10 ചോദ്യങ്ങൾ. ആദ്യത്തെ, കുഞ്ചാക്കോവിനെ എന്തുകൊണ്ട് ചാക്കോച്ചൻ എന്ന് വിളിക്കുന്നു എന്നാണ്. എൻ്റെ മുത്തച്ഛൻ്റെ പേരാണ് എനിക്കിട്ടിരിക്കുന്നത്. കുഞ്ചാക്കോ എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര്. മുത്തച്ഛൻ വീട്ടിൽ വിളിക്കുന്നത് ചാക്കോച്ചൻ എന്നായിരുന്നു. മുത്തച്ഛൻ്റെ പേര് എനിക്ക് ഇട്ടതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ വിളിക്കുന്ന പേരായ ചാക്കോച്ചനും എനിക്ക് കിട്ടി. വീട്ടുകാർ വിളിക്കുന്നത് കേട്ട് നാട്ടുകാരും എന്നെ ചാക്കോച്ചൻ എന്ന് വിളിച്ചു തുടങ്ങി. അങ്ങനെ ആ പേര് പ്രചരിച്ചു. ഞാനും ഇടയ്ക്ക് എന്നെ ചാക്കോച്ചൻ എന്ന് വിളിക്കും. എന്നോട് അടുപ്പമുള്ളവരെല്ലാം ചാക്കോച്ചൻ എന്നാണ് വിളിക്കുന്നത്. കുഞ്ചാക്കോ ബോബൻ എന്നും ചാക്കോച്ചൻ എന്ന് വിളിക്കുന്നതും എനിക്കിഷ്ടമാണ്. ചാക്കോച്ചൻ എന്ന് വിളിക്കുന്നത് അല്പം പേഴ്സണൽ ഫീൽ തരും എന്ന് താരം മറുപടി പറഞ്ഞു. എന്തുകൊണ്ട് കുഞ്ചാക്കോ ബോബൻ സിനിമയിൽ നിന്ന് കുറച്ചുകാലം ഇടവേളയെടുത്തു എന്നായിരുന്നു രണ്ടാമത്തെ ചോദ്യം. ആളുകൾ എന്നെ ബ്രേക്ക് ചെയ്യും മുമ്പ് ഞാൻ സ്വയം ഇടവേളയെടുക്കാമെന്ന് കരുതിയാണ് ഞാൻ സിനിമയിൽ നിന്ന് ഒരിടയ്ക്ക് ബ്രേക്ക് എടുത്തത്. ഇടയ്ക്ക് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, സിനിമകൾ പരാജയപ്പെട്ടു. കഥാപാത്രങ്ങളെല്ലാം ഒരേ രീതിയിൽ പോൽ ഫീൽ ചെയ്തു. ഞാൻ ചെയ്ത കഥാപാത്രങ്ങൾക്കും സ്വീകാര്യത ലഭിക്കാതായി. ആ സമയത്താണ് സിനിമ എനിക്ക് യോജിച്ചതാണോ, സിനിമയ്ക്ക് ഞാൻ പറ്റിയ ആളാണോ എന്നുള്ള സംശയം വന്നത്. അപ്പോഴാണ് മാറി നിന്നത് എന്നായിരുന്നു നടൻ്റെ മറുപടി. കുഞ്ചാക്കോ ബോബൻ വിവാഹിതനാണോ എന്ന് സെർച്ച് ചെയ്യുന്നവരുമുണ്ട്. മാരീഡ് എന്ന ലുക്കുണ്ടെങ്കിലും ആക്ച്വലി ഞാൻ മാരീഡ് അല്ല, ഇവരൊക്കെയാണ് ചോദിച്ചത് എന്നാണ് ചോദ്യം കണ്ട താരം സരസമായി തിരികെ ചോദിച്ചത്. കുഞ്ചാക്കോ ബോബനും ഉദയ സ്റ്റുഡിയോസും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് അറിയാനും ചിലർ ഗൂഗിളിൽ സെർച്ച് ചെയ്തിരുന്നു. കുഞ്ചാക്കോ ബോബനും ഉദയ സ്റ്റുഡിയോസും ഒരു കോയിൻ്റെ രണ്ട് വശങ്ങളാണ്, അത്രയുള്ളൂ. കുഞ്ചാക്കോയാണ് ഉദയ സ്റ്റുഡിയോസ് ആരംഭിച്ചത്. കേരളത്തിലെ ആദ്യത്തെ ഫിലിം സ്റ്റുഡിയോസാണ് ഉദയ സ്റ്റുഡിയോസ് അല്ലെങ്കിൽ ഉദയ പിക്ചേഴ്സ് ആരംഭിക്കുന്നത് 1946-ലാണെന്ന് നടൻ മറുപടി പറഞ്ഞു. ബ്ലോക്ക് ബസ്റ്റർ സിനിമകൾ നിരസിച്ചിട്ടുണ്ടോ എന്ന ചോദിച്ചതിന് നിരവധി ബ്ലോക്ക് ബസ്റ്റർ സിനിമകൾ ഞാൻ വേണ്ടാന്ന് വെച്ചിട്ടുണ്ട്. വെറുതെ അത് എന്നെ ഓർമ്മിച്ച് മനസ്സ് മടുപ്പിക്കരുത് എന്നായിരുന്നു നടൻ്റെ പ്രതികരണം. ചാക്കോച്ചൻ്റെ വിദ്യാഭ്യാസ യോഗ്യത അറിയാൻ ആകാംക്ഷ പ്രകടിപ്പിച്ച ഗൂഗിളിൽ തിരഞ്ഞവരുമുണ്ട്. നാടോടിക്കട്ടിൽ ലാലേട്ടൻ പറയുന്നത് പോലെ ഞാൻ ബികോം ഫസ്റ്റ് ക്ലാസ് ആണെന്ന് കുഞ്ചാക്കോ ബോബൻ പറഞ്ഞു. ഏറ്റവും വലിയ ഭയം എന്താണെന്ന ചോദ്യത്തിന് രസകരമായ ഉത്തരം താരം പറഞ്ഞു. എനിക്ക് ഏറ്റവും പേടി എൻ്റെ ഭാര്യയാണ്. എൻ്റെ ഭാര്യയാണ്, അവല്ലാതെ വേറെ ആൾക്കാരുടെ ഭാര്യയല്ല, നടൻ വ്യക്തമാക്കി. മഞ്ജു വാര്യരും കുഞ്ചാക്കോ ബോബനും സുഹൃത്തുക്കളാണെന്ന് ഗൂഗിളിൽ തിരഞ്ഞവരുമുണ്ട്. മഞ്ജുവും ഞാനും സുഹൃത്തുക്കളാണോ എന്നതിൽ എന്താണ് സംശയം? തീർച്ചയായും അതെ. ഞാൻ പുള്ളിക്കാരിയുടെ ഫ്രണ്ടാണ്. പക്ഷേ പുള്ളിക്കാരിയുമായി ഞാനുമായി ഫ്രണ്ട്സാണോ എന്ന് എനിക്കറിയില്ല. ഞാനും മഞ്ജുവും ചിരിച്ചു കളിക്കുന്നത് കണ്ടിട്ട് അവർക്ക് മനസ്സിലാകുന്നില്ലേ? നല്ല ആക്ടിങ് ആണല്ലോ എന്നാകും ചിന്തിച്ച് കാണുക എന്നായിരുന്നു ചാക്കോച്ചൻ്റെ മറുപടി.